ടി ജി പണ്ട് ഈ പറഞ്ഞ പോലെ ഈ RSSന്റെ കുറുവടി ശാഖയിൽ പോയിരുന്നപ്പോൾ ടി ജി ട്രൗസർ അല്ല ഇട്ടിരുന്നത് ടി ജി. ആ ടി ജി എന്തേ പിന്നെ ഇങ്ങനെ പാൻ്റ് ആക്കിയത്? ഈ ടി ജിന്റെ അച്ഛൻ്റെ അച്ഛനും അപ്പനും ഒക്കെ ഈ പറഞ്ഞ RSS ആണെങ്കിൽ തന്നെ ഈ പറഞ്ഞ ട്രൗസറും വള്ളി ട്രൗസറും കളസും ഒക്കെ ഇട്ടിട്ടല്ലേ പോയത്. പിന്നെ എന്തിനാ നമ്മളത് ട്രൗസർ കട്ട് ചെയ്തിട്ട് പാൻറ്റിലോട്ടാക്കിയത്? അപ്പൊ അവിടെ എന്തോ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹിജാബിന്റെ കാര്യത്തിൽ നമ്മുടെ സംഘികളുടെ വിശ്വപണ്ഡിതൻ ഉണ്ടല്ലോ, അതായത് സംഘികളുടെ സംഘപണ്ഡിതന് കുറച്ച് കാര്യങ്ങൾ വിലയിരുത്തൽ പറയാനൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് കേൾക്കാൻ. ഏതായാലും അത് കേട്ടിട്ട് നമുക്ക് നമ്മുടെ പണ്ഡിതനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളത് കേട്ട് നോക്ക്. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മുടെ നമ്മുടെ വിറച്ചുകൊണ്ട് സംസാരിക്കുന്ന പണ്ഡിതൻ തന്നെയാണ്. പണ്ഡിതൻ പറയണമെന്ന് കേട്ട് നോക്കുക. സംഘികളുടെ ദൈവം അല്ലെങ്കിൽ സംഘികളുടെ എല്ലാം കേക്ക്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഹിജാബ് വിവാദവും വന്നു. ഇത് വിവാദമൊന്നും അല്ല കേട്ടോ. ഈ സാധനത്തിന്റെ പേര് ഇംഗ്ലീഷിൽ ഇസ്ലാമിക് മസിൽ ഫ്ലെക്സിങ് എന്ന് പറയും. ഇസ്ലാമിന്റെ മസിൽ പടപ്പിക്കൽ, അത്രേ ഉള്ളൂ. അതിന്റെ കാരണം അവര് 30% കൂടുതൽ കേരളത്തിൽ ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതാണ് കാര്യം. അപ്പൊ നമ്മുടെ പണ്ഡിതൻ സംഘപണ്ഡിതൻ പറയുന്നത് എന്താ വെച്ചാൽ ഇസ്ലാം കേരളത്തിൽ 30% മേലായി. അതുകൊണ്ട് ഇസ്ലാം മതം, അതായത് നമ്മുടെ മസിൽ പെരുപ്പിച്ച് കാണിക്കുകയാണ്. അതായത് ഞങ്ങൾ അത്രക്കായിട്ടോ, ഞങ്ങളോട് കളിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, ഹിന്ദുക്കളെ ഒന്ന് അടങ്ങിയിരുന്ന ഉണർന്നിട്ടില്ലെങ്കിൽ നിന്നൊക്കെ ഞങ്ങൾ അടിച്ച് കൊല്ലും എന്നാണ് നമ്മുടെ ഈ വിഷം ചീറ്റി ആയിട്ടുള്ള ഈ പണ്ഡിതൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും ഇട്ട് കൊടുക്കണം. എല്ലാ ദിവസവും ഈ സംഖ്യക്ക് ഇങ്ങനെ വിഷം ഇട്ട് കൊടുത്ത്, നമ്മുടെ വിഷകലനെ പോലെ ഇട്ട് കൊടുത്ത് എങ്ങനെയെങ്കിലും പരസ്പരം അടുപ്പിക്കുക. ഏതായാലും ചാവാറായി, നമ്മുടെ പണ്ഡിതൻ ഏതായാലും ചാവാറായി വയസ്സ് കൊണ്ട് കേട്ടോ. പിന്നെ ആയുസ് പലർക്കും പലതായിട്ടുണ്ടാവുക. എന്നാലും നമ്മുടെ പണ്ഡിതന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഏത് നേരം കാലം വിളിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ നമ്മുടെ പണ്ഡിതനുള്ളത്. അപ്പം ആ പണ്ഡിതന് ഉള്ള കാലം മാക്സിമം അങ്ങോട്ട് വിഷം തട്ടിക്കൊടുക്കുക. എങ്ങനെയെങ്കിലും നാട്ടിലെ ഈ പറഞ്ഞ രണ്ട് മുസ്ലിം ഹിന്ദു അങ്ങ് അടിച്ച് തീർന്നോട്ടെ. എന്നാൽ ഞാൻ ഏതായാലും ചത്ത് മണ്ണടിയാൻ പോവുകയാണെങ്കിൽ ഇവന്മാരടിച്ച് തീരട്ടെ എന്നുള്ളൊരു ഒരു ലൈനാണ് നമ്മുടെ പണ്ഡിതന്റെ ഉള്ളിലുള്ളത്. അപ്പം പണ്ഡിതൻ പറഞ്ഞ ഇങ്ങനെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടി, മുസ്ലിങ്ങൾ മസിൽ വിരിവിച്ച് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദുക്കളെ കരുതിയിരുന്നോ കിട്ടുന്ന ചാൻസിൽ നിങ്ങൾ തിരിച്ച് മസിൽ കാണിച്ചിട്ട് ഇവന്മാരടിച്ച് തീർത്തേക്കെന്ന് പറഞ്ഞു. അപ്പം ഹിജാബിന്റെ വിഷയം എന്താണെന്നുള്ളത് പണ്ഡിതൻ വളരെ താത്വികമായിട്ട് അവലോകനം പറയുന്നുണ്ട്. അവിടെയാണ് ഏറ്റവും കോമഡി. കേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു 20 വർഷം മുമ്പ് ഈ ഹിജാബ് പ്രശ്നം നാട്ടിലുണ്ടായിരുന്നോ? ഇപ്പൊ അവർ പറയുന്നു മതപരമായ ഐഡന്റിറ്റിയാണ്, തേങ്ങയാണ്. ഹിജാബേ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. തട്ടം, കാച്ചി, മുണ്ട്, ഇത് മുസ്ലിം സ്ത്രീകൾ ധരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ചെറുപ്പത്തിൽ. നിങ്ങൾ പഴയ മലയാളം സിനിമയിലെ ജയഭാരതി, ഷീല ഇവരൊക്കെ മുസ്ലിം ക്യാരക്ടർ ചെയ്യുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും പാട്ടിലെടുത്ത് നോക്കിയാലും മതി. അപ്പൊ അതിലൊക്കെ ധരിക്കുന്ന ഒരു വസ്ത്രമുണ്ട്. അതിൽ തലയിലിടുന്ന ഒരു തുണി, അതിനെയാണ് തട്ടം എന്ന് വിളിക്കുന്നത്. അത് മുടി മുഴുവൻ മറക്കിയൊന്നുമില്ല. നെറ്റിയിൽ നിന്ന് പുറകോട്ടിടും. ചെവിയുടെ അവിടെ സ്ലൈഡ് കുത്തി അത് ഫിറ്റ് ചെയ്യും. എന്റെ വീട്ടിൽ സ്ഥിരം ഒരു ഉമ്മ വന്നുകൊണ്ടിരുന്നു ഈ വേഷത്തിൽ. അപ്പൊ അതാണല്ലേ ടി ജി കാര്യം. ടി ജി പണ്ട് ഈ പറഞ്ഞ ജയഭാരതി, ഷീല ഇവരൊക്കെ ഈ പറഞ്ഞ തല മറയ്ക്കാറുണ്ടല്ലേ. അത് കാച്ചിയിലും അല്ലെങ്കിൽ കാച്ചിയോ അല്ലെങ്കിൽ തട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു തല മറയ്ക്കുന്നുണ്ട്, പക്ഷെ മൊത്തം ഒന്നും മറയ്ക്കാറില്ല. എൻ്റെ പൊന്നു ടി ജി, ഈ പറഞ്ഞ ജയഭാരതിയും ഷീലയൊക്കെ പണ്ട് ബ്ലൗസ് ഇത്രയും കാണിച്ച് നടക്കാറുണ്ട്. അത് വിചാരിച്ചപ്പോൾ ടിജിൻ്റെ മോളെ കൊണ്ട് അങ്ങനെ നടക്കാൻ പറയോ? മോളെ, പണ്ട് ജയഭാരതിയും ഷീലയും ഇവരൊക്കെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ ഈ ഷോൾ ഇടുന്നത്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ള നമ്മൾ ടി ജി പറയാം, ടിജിൻ്റെ പെമ്മക്കളുണ്ട്, മക്കളോടൊക്കെ പറയാണ് ടി ജി. ഇതൊക്കെ കുറച്ച് കാണിച്ച് നടക്കുക, വയറൊക്കെ കണ്ട് കണ്ടോട്ടെ. പണ്ട് ഹിന്ദു സ്ത്രീകൾ വെറും ഈ പറഞ്ഞൊരു തുണിയും അതിൻ്റെ മേലെ ബ്ലൗസും മാത്രമേ ഇടാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ നടക്കുക, എൻ്റെ മക്കളെ വിടൂ ടി ജി, പണ്ട് അങ്ങനെയാണ് നടന്നിരുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണോ ടി ജി? ഞാൻ പോട്ടെ. ടി ജി പണ്ട് ഈ പറഞ്ഞ പോലെ ഈ RSSന്റെ കുറുവടി ശാഖയിൽ പോയിരുന്നപ്പോൾ ടി ജി ട്രൗസർ അല്ല ഇട്ടിരുന്നത് ടി ജി. ആ ടി ജി എന്തേ പിന്നെ ഇങ്ങനെ പാൻ്റ് ആക്കിയത്? ഈ ടി ജിന്റെ അച്ഛൻ്റെ അച്ഛനും അപ്പനും ഒക്കെ ഈ പറഞ്ഞ RSS ആണെങ്കിൽ തന്നെ ഈ പറഞ്ഞ ട്രൗസറും വള്ളി ട്രൗസറും കളസും ഒക്കെ ഇട്ടിട്ടല്ലേ പോയത്. പിന്നെ എന്തിനാ നമ്മളത് ട്രൗസർ കട്ട് ചെയ്തിട്ട് പാൻറ്റിലോട്ടാക്കിയത്? അപ്പൊ അവിടെ എന്തോ ഒരു കാര്യമുണ്ട് അല്ലേ. പണ്ട് ഇനിയിപ്പോൾ ടീജിൻ്റെ അമ്മ അല്ല അമ്മയുടെ അമ്മ ഒക്കെ പണ്ട് ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടികൾ ടീജിൻ്റെ മാത്രമാക്കണ്ട, നമ്മളൊക്കെ ചിലപ്പോൾ ഒരു 2 തലമുറ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ബ്ലൗസ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ മാറ് കാണിച്ച് നടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല ടി ജി ഇല്ലേ? എന്നിട്ടിപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ഇവരൊക്കെ കൂട്ടക്കാർ ഇങ്ങനെ നടന്നു, നിങ്ങളിപ്പം ഇപ്രാവശ്യം ബ്ലൗസ് ഒന്നും ഇടണ്ട അല്ലെങ്കിൽ ഇതൊന്നും ഇടാണ്ട് അങ്ങ് നടന്നോ എന്ന് പറയാൻ പറ്റുമോ ടി ജി? പറ്റുമോ പറ? പണ്ട് നമ്മൾ വെറുതെ ഒരു നേരിയതും വെറുതെ ബ്ലൗസും ഇതൊക്കെ തന്നെയല്ലേ ഇട്ടിരുന്നത്. പണ്ട് ടീജിൻ്റെ ഒക്കെ തന്തയുടെ തന്തയൊക്കെ ചിലപ്പം വെറും ഒരു മുണ്ടില്ലേ, വെറും വലിച്ചു കിട്ടുന്ന മുണ്ട് കൊടുത്തിട്ടായിരിക്കും നടന്നിട്ടുണ്ടാവുക. ഇനി ടി ജി സവർണനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ടി ജി ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ അല്ലേ നടന്നിട്ടുണ്ടാവുക. അത് ധരിച്ചിട്ട് ഇപ്പം അങ്ങനെ നടക്കാൻ പറയാൻ പറ്റുമോ?
നീ പണ്ട് ഈ പറഞ്ഞ ഏതെങ്കിലും നീ ടീച്ചിന്റെ കുടുംബം എടുക്കണ്ട, വേറെ ഏതെങ്കിലും കുടുംബം എടുത്തോ, നായന്മാർ ഇങ്ങനെ എന്താ പറയാ പറമ്പ് നോക്കാൻ നോക്കും ഒരു പോക്കാ രാത്രി. ആ സമയത്തല്ലേ നമ്മുടെ ഇമ്രാൻ വന്നിട്ട് മക്കളുണ്ടാക്കി കൊടുത്തിരുന്ന വീട്ടിലൊക്കെ. അത് കഴിച്ചിട്ട് ഇപ്പൊ അത് പറയാൻ പറ്റുമോ? പണ്ട് ഹിജാബ് ഇല്ല, ഹിജാബിന് പകരം തട്ടം മാത്രമായിരുന്നു, അപ്പൊ അതൊക്കെ പോരെ, അത് മതിയോ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്ന് ടീച്ചി നമ്മൾ പലതും മറക്കും. ഞാൻ ഇപ്പൊ ചോദിച്ച പോലെ പല കാര്യങ്ങളില്ലേ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ടീച്ചി? എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ എന്താ പറയാ ഈ 50കളിലും 60കളിലും അതല്ലെങ്കിൽ അതിന്റെ മുമ്പ് സ്വാതന്ത്ര്യത്തിന്റെ മുമ്പൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറുന്നതനുസരിച്ച് എല്ലാം മാറും ടീച്ചി. പണ്ട് തട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ ഒരു ഈ പറഞ്ഞ പോലെ ഹിജാബ് ആക്കിയിട്ടായിരിക്കും ഇടുന്നത്. പണ്ട് ടീച്ചിന്റെ അമ്മയുടെ അമ്മയൊക്കെ ബ്ലൗസും വെറുതെ ഒരു എന്താ നേരിയതും മാത്രം എടുത്ത് വയറും കാണിച്ച് അല്ലെങ്കിൽ മാറും കാണിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റൂല. അത് മാറി, കാലഘട്ടം മാറി ടീച്ചി, കാലഘട്ടം മാറി. ഇപ്പോഴും നമ്മൾ ഇതുമ്പോൾ പിടിച്ച് നിൽക്കാൻ പറ്റുമോ? എന്ത് വർത്താനൊക്കെ ഈ പറയുന്നത്? ഇങ്ങനെയാണോ ഒരാളോട് സംസാരിക്കേണ്ടത്? ഇത്രയും ബോധമില്ലാണ്ടായി പോയോ സംഘ നേതാവെ നിങ്ങൾക്ക്? അല്ലെങ്കിൽ സംഘികളുടെ ദൈവമായിട്ടുള്ള സംഘികൾക്ക് വേണ്ടിയിട്ട് എന്തും വലിയ വലിയ എന്താ പറയുക, നാസയിലെ പണ്ട് മമ്മൂട്ടി ഒരു ഏതോ മായാജാലം ഏതോ ഇന്ദ്രജാല സിനിമയിൽ പറഞ്ഞ പോലെ നാസക്ക് ഉണ്ടാക്കി കൊടുത്തതാന്ന് പറഞ്ഞ പോലെ ടീജിയാണ് ഇവിടെ പലപ്പോഴും മോദിക്കും അല്ലെങ്കിൽ അമിത്ഷാക്കും ഒക്കെ ഇവിടുത്തെ ഐഡിയകൾ പറഞ്ഞു കൊടുക്കാറ്. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ മാറി, നമ്മൾ മാറുന്നതനുസരിച്ച് ഈ ചിന്താഗതിയും കൂടെ മാറണം ടീച്ചി. ഈ പറഞ്ഞ കുട്ടിയുടെ മുഖം മറക്കണം എന്നല്ല പറഞ്ഞത്, തല മറക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് തട്ടായാലും വേണ്ടില്ല, ഹിജാബ് ആയാലും വേണ്ടില്ല. ഹിജാബ് ഇങ്ങനെ കുത്തിട്ടാണേലും വേണ്ടില്ല, ഈ ഒരു തട്ടം തലയിലിട്ടാൽ മതി. ഇത് രണ്ടും പറ്റൂല എന്നാ ടീച്ചി പറഞ്ഞത്. ഇത് രണ്ടും ഈ പറഞ്ഞ സ്കൂളിൽ പറ്റില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ പുറത്തിറങ്ങിയത്. എന്റെ പൊന്നു ടീച്ചി, ഈ കൊച്ചിനുള്ള വിവരം പോലും തനിക്കില്ലാണ്ടായി പോയല്ലോ. ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഒന്ന് സ്റ്റേജിലോട്ട് വരുമോ? തട്ടവിട്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരി എളുപ്പം പ്ലീസ്. ഒരാള് മതി കേട്ടോ. ആ തട്ടൊന്ന് എനിക്ക് ഇട്ട് തരുക. ഞാൻ ഈ തട്ടിട്ടപ്പോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോ വല്ല ഭയം തോന്നുന്നുണ്ടോ? പേടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചയുടെ അല്ല, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. തട്ടവിട്ടതിന്റെ പേരിൽ പഠനം നിഷേധിച്ച ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവർ ധരിക്കട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ, ഒരു ഇത്തിരി ദയ മതി. ഇത്ര പക്വതോടു കൂടി ആ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, ആ സ്റ്റേജിൽ നിന്ന് അതിനത് പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് വന്ന് ഈ കൊണവർത്താനല്ലാണ്ട് തന്റെ വായനൊക്കെ എന്തെങ്കിലും വികുമോ? ഇവിടെ ഒന്നും കണ്ട് കഴിഞ്ഞില്ല കേട്ടോ. ഇനി വേറെ ചില കാര്യങ്ങളും കൂടെ നമ്മുടെ സംഘ നേതാവിന് പറയേണ്ട, അതോടെ കേട്ടു പോകുന്നു. ഇപ്പോഴൊന്നും തീരുകയില്ല, പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. ബിക്കോസ് ഹിജാബ് ഈസ് എ വെപ്പൺ. നിങ്ങൾക്ക് വസ്ത്രം വെപ്പണൈസ് ചെയ്യാം, മറ്റുള്ള ഒരാളിനെ വസ്ത്രം കൊണ്ട് ഭയപ്പെടുത്താം. ഇപ്പൊ ഞാൻ എൻ്റെ വീഡിയോകൾ തുടർച്ചയായിട്ട് കാണുന്നവരുണ്ടാകാം, തുടക്കം മുതൽ കാണുന്നവരുണ്ടാകാം, ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടാകാം. പക്ഷെ എൻ്റെ വേഷം നിങ്ങൾക്കൊക്കെ ഏകദേശം പരിചയമാണല്ലോ. പത്രികയിൽ മാത്രമല്ല, മറ്റ് ചാനലുകളിലോ ടി വിയിലോ ഒക്കെ ഞാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു സാധാരണ വേഷത്തിലാണ്. ഞാൻ പെട്ടെന്നൊരു ദിവസം ഒരു കാവി മുണ്ട് പുതച്ച്, കാവി ഷർട്ടോ കാവി ജുബയോ ഒന്നുമല്ല, കാവി മുണ്ട് പുതയ്ക്കുന്നു. നെറ്റിയില് വലിയ ഭസ്മം ചന്ദനമൊക്കെ വാരി പൂശിയിരിക്കുന്നു. വലിയൊരു കുങ്കുമപ്പൊട്ടും ഉണ്ട്. 2 കൈയിലും ഈസ്റ്റ് വാൻ കളറിലുള്ള കുറെ ചരടുകൾ കെട്ടിയിരിക്കുന്നു. കഴുത്തിൽ രുദ്രാക്ഷം, സ്ഫടികം, അത് ഇതൊക്കെ ആയിട്ട് കുറെ മാല. ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? എന്തോ ഒരു പന്തികേട് തോന്നും അല്ലെ? ഇങ്ങർക്ക് എന്ത് പറ്റി? ഒരു സാധാരണ മനുഷ്യനായിരുന്നല്ലേ, ഇപ്പൊ എന്താ ഈ വെച്ച് കെട്ടും പരിപാടിയൊക്കെ? ഓഹോ, അപ്പൊ ടീച്ചി പറഞ്ഞു വരുന്നത് ഈ രുദ്രാക്ഷം അല്ലെങ്കിൽ കാവി മുണ്ടും കാവി ഇത് കൊടുത്ത് അല്ലെങ്കിൽ കയ്യിൽ 4 ചരട് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു പന്തികേട് തോന്നുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ടീച്ചി നമ്മുടെ നാട്ടിൽ കുറേ പേരുണ്ട് കേട്ടോ, കുറേ പേരുണ്ട്. ഈ പറഞ്ഞ രുദ്രാക്ഷവും കയ്യിൽ മാലയും കയ്യിൽ ചരടും ഒക്കെ കെട്ടി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. കാവി മുണ്ടും കാവി വസ്ത്രവും മാത്രം ഇടുന്നത്. അത് ടീച്ചിയുടെ ശാഖയിൽ തന്നെ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും, തിരിച്ചു കൊടുക്കണം എന്നുള്ളത്. അതല്ലെങ്കിൽ ഒന്ന് അയോധ്യ വരെ പോയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒന്ന് പറഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. പണ്ട് കാണാത്ത പല കോലങ്ങളും പല ഡ്രസ്സുകളും പല സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ടീച്ചിക്ക് അങ്ങനെ ചില കാര്യവിവരങ്ങളുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അതായത് ഹിജാബ് വിട്ടില്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീ ആവില്ല. അവരുടെ മുസ്ലിംനെസ് അത് ഇല്ലാതെ പോകും. ഇതാണ് വാദം. എന്ത് ചെയ്യും? ഇതിനു മുമ്പുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞ ഉറൂബിന്റെ ഉമ്മാച്ചു, പിന്നെ പല സിനിമകൾ, പല നോവലുകൾ,
പല കഥാപാത്രങ്ങൾ പോട്ടെന്ന്. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ആള് ഇപ്പോ രാഷ്ട്രീയ നേതാവായിരിക്കുന്ന ഷാനിമോൾ ഉസ്മാൻ പാകിസ്ഥാനിലെ, അവിടെയാണല്ലോ യഥാർത്ഥ മുസ്ലിം ഉള്ളത്, പാകിസ്ഥാനിലെ ബെനസീർ ഭുട്ടോ അവർ ഹിജാബ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സാരി തലപ്പ് വലിച്ച് തലയിലൂടെ ഇടും. ഷാനിമോൾ ഉസ്മാനും സാരി തലപ്പ് വലിച്ച് തലയിലൂടെ ഇടും. ഇവരൊന്നും മുസ്ലിം അല്ലേ? എനിക്ക് മനസ്സിലാവണില്ല. ബംഗ്ലാദേശിൽ നിന്ന് ഓടി വന്നൊരു കക്ഷിയുണ്ടല്ലോ, ഷെയ്ഖ് ഹസീന, അവര് ഹിജാബ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെന്താ കുറഞ്ഞ മുസ്ലിമാണോ? അതോ മുസ്ലിം അല്ലേ അവര്? ഇവരൊക്കെ മുസ്ലിമാണ്. ഇവരൊക്കെ കൂടിയതും കുറഞ്ഞതും ഇല്ല. അതൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലല്ലേ ഉള്ളതില്ലേ? സവർണനും അവർണനും ചെറുമനും മറ്റേ ചാളക്കനും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്. മുസ്ലിമിൽ അങ്ങനെ ആ കൂടിയതും കുറഞ്ഞതൊന്നും ഇല്ല. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളതും. ഈ പറഞ്ഞവരൊക്കെ തലയിലിടും എന്നുള്ളത് പറഞ്ഞു അല്ലേ? അതായത് സാരിത്തുമ്പെങ്കിലും തലയിലിടും, മുടി മറയ്ക്കും. അതല്ലെങ്കിൽ ബേനസീർ ഭൂട്ടോ ആണെങ്കിലും വേണ്ടില്ല, ഈ പറഞ്ഞ ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിലും വേണ്ടില്ല, തല മറയ്ക്കുന്നുണ്ട്. അപ്പൊ അത് സമ്മതിച്ചു തരുന്നുണ്ട് അല്ലേ? ഹിജാബ് എന്നുള്ളൊരു പേരാണ് പ്രശ്നം, അറബിക് പേരാണ് ഹിജാബ് എന്ന് പറയുമ്പോൾ തട്ടം എന്ന് മലയാളത്തിൽ പറഞ്ഞു ഒക്കെ കണക്കാണ്. ഹിജാബ് പോലെ ഈ കുട്ടീനോട് ഇപ്പോൾ പറയാണ് തട്ടട്ടാ മതി, അത് മതി, തല മറയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവരൊക്കെ മറച്ചു സമ്മതിച്ചു. പക്ഷേ ഹിജാബല്ല, തട്ടം തലയിൽ മറച്ചിട്ടുണ്ട്. ഇവിടെ പൊട്ട താനൊക്കെ മരമണ്ടനാണോടാ ഇത് കണ്ട് കൈയടിക്കണേ? ഈ വീഡിയോയുടെ താഴത്ത് വന്ന് കൈയടിക്കണ കുറെ സംഘവാണങ്ങളെ കണ്ടപ്പം പൊട്ടിച്ചിരിക്കാനാ തോന്നിയത്. അമ്മ അതിൽ ഊളകളാന്ന് തോന്നിപ്പോയി. ഇവൻ സമ്മതിച്ചു തരികയാണ്. ഈ എന്താ പറയുക, ഈ മുസ്ലിം എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് തലയിൽ തട്ടം മറയ്ക്കണം എന്നുള്ളത്, തല മറയ്ക്കണം എന്നുള്ളത്. തട്ടം കൊണ്ടാണെങ്കിലും വേണ്ടില്ല, ഹിജാബ് പറഞ്ഞാൽ തട്ടാണേ. തട്ടം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചു ഇങ്ങനെ ഇടും, തട്ടം തന്നെ ഇങ്ങനെ ഇടും. ഇതൊക്കെ ഒന്നാണ്. ഒക്കെ ഒരു വശത്തുകൂടെ സമ്മതിച്ച് മറ്റു വശത്തുകൂടെ അവിടെ ഈ അറബിക് ഹിജാബ് പേര് കുത്തിക്കയറ്റി ഒരു വലിയ സംഭവമാക്കി മാറ്റുന്നത് നിന്നെപ്പോലത്തെ പരമവാണങ്ങളാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഈ അത്തിമൂത്തില്ല, എന്താ പറയാ, ഈ ചെന്നിമൂത്തിട്ടെ ചെന്നിമൂത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെങ്കിലും ഉള്ളിലുള്ള കുത്തിത്തിരിപ്പും സകല കുന്നായ്മയും ചെറ്റത്തരങ്ങളും പുറത്തോട്ട് വരും. അതിങ്ങനെ വിഷമായിട്ട് ഇങ്ങനെ നിർഗളിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ നക്കിയെടുത്തിട്ട് ഇപ്പുറത്ത് വന്ന് തുപ്പുന്ന കുറെ സംഘപരിവാണങ്ങളും അതിന് പറ്റും അല്ലേ? എത്ര വ്യക്തമാണ്. തല മറയ്ക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ പറഞ്ഞ പണ്ട് ഷീല അഭിനയിച്ച അല്ലെങ്കിൽ ജയഭാരത് അഭിനയിച്ച സിനിമയിലും തട്ടുണ്ട്, ഈ പറഞ്ഞ ബേനസീർ ഭൂട്ടോ ഇട്ടതിലും തട്ടുണ്ട്, ഷാനിമോൾ ഉസ്മാൻ ഇട്ടതിലും തട്ടുണ്ട്. തട്ടെല്ലോടത്തുണ്ട്. അപ്പം തട്ടം പണ്ട് കാലത്തും ഉണ്ട്, ഈ കാലത്തും ഉണ്ട്. പക്ഷേ നമ്മൾ അന്ന് കാണിച്ചു നടന്നു, ഇപ്പം നമ്മൾ ക്ലോസ് ചെയ്ത് നടന്നു. രണ്ടിന് വ്യത്യാസങ്ങൾ നോക്കണേ നമ്മൾ. തട്ടം പക്ഷെ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എന്നും ഉണ്ട്. അത്രയേ ഉള്ളൂ. ഇവിടെ വളരെ സിമ്പിളായ കാര്യം. ഒരുപാട് ചിന്തിച്ച് തല കൊണ്ടക്കേണ്ട കാര്യമൊന്നുമില്ല. തന്നെ പോലത്തെ മാക്രികൾ ഈ തലയിൽ കൂടെ തോന്നുന്ന ഈ കുരുട്ടുണ്ടല്ലോ, കുരുട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ആ കുരുട്ട് അതുപോലെ കേട്ടിട്ടാണ് ഇപ്പുറത്ത് വന്നിട്ട് ഛർദ്ദിച്ചിടുന്നത് ഈ സംഖ്യകൾ. അവിടെ ഇനി പ്രശ്നം മൊത്തം വരുന്നത്. ഇനി അതുകൊണ്ടും കഴിയുന്നില്ല. നമ്മുടെ ഇമ്രാന് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാണ്ട് കേക്ക്. അവരെന്താ കുറഞ്ഞ മുസ്ലിമാണോ? അതോ മുസ്ലിം അല്ലേ അവര്? ഇതൊന്നും ഈ മുല്ലാക്കന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദേ വാണ്ടഡ് ടു വെപ്പനൈസ് ദ ഹിജാബ്. അതുകൊണ്ടാണ് ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് പേടിയാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാവി തലപ്പാവും സംഗതിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നത്. ഇതുകൊണ്ടാണ്. ബിക്കോസ് ഐ എം ട്രൈങ് ടു വെപ്പണൈസ്. ഇതുവരെ വെറുതെ നടന്ന മനുഷ്യൻ ഒരു കാവി തലക്കെട്ട് ഒക്കെ ആയിട്ട് രുദ്രാക്ഷമൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾക്കൊരു അസ്വസ്ഥത തോന്നും. ആ അസ്വസ്ഥതയാണ് ഭയം എന്ന് വിളിക്കുന്നത്. ഭയം എന്ന് പറഞ്ഞാൽ എല്ലാം ഈ പേടിച്ചു വിറച്ചുപോയി എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് മഴ പെയ്താലോ എന്നാണ് എൻ്റെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയെ ഭയമാണെന്നാണ് അതിനർത്ഥം. അല്ല, മഴ പെയ്യുമോ എന്നുള്ള ആശങ്ക, ഒരു ആപത്ത് വരും എന്നുള്ള ആശങ്ക, ആപത്ത് വരുന്നു എന്നുള്ള തോന്നൽ. അപ്പൊ ഇതുവരെ ഇല്ലാതിരുന്ന ഇപ്പൊ ഈ പറഞ്ഞ വിവാദത്തിൽപ്പെട്ട കുട്ടിയുടെ കാര്യം തന്നെ നോക്കുക. വർഷം കുറേ ആയി അവിടെ പഠിക്കുന്നു. ഇപ്പോഴും ക്ലാസ് തുടങ്ങിയത് ജൂണിലാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 16 തീയതി ആയി കഴിഞ്ഞപ്പോൾ ഡം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹിജാബ് ധരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. 4 BHK luxurious villas off Chandapura Anekal Road, Bangalore at 1.97. എനിക്ക് ഹിജാബ് ധരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അത് ആ കുട്ടി ആവശ്യപ്പെട്ടതല്ലല്ലോ. ആരോ കുത്തിപ്പോക്കി ആ ആവശ്യം കുട്ടിയെ കൊണ്ട് പറയിച്ചതാണ്. 13 വയസ്സുള്ള കൊച്ചിന് എന്ത് ഹിജാബ്? അത് തിരിച്ചറിവോ ഒരു യുദ്ധത്തിനുള്ള ഒരുക്കമോ ഒന്നുമില്ല. പലതവണ പറഞ്ഞ് അതിനെ കൊണ്ട് ചെയ്യിച്ചതായിരിക്കും. ഈ ചെയ്യിക്കാൻ കാര്യം എന്താ? ഇസ്ലാം അസേർട്ട് ചെയ്യുന്നു, വി ആർ ഹിയർ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. വി ആർ ഡിഫറെന്റ്, ഞങ്ങൾ വ്യത്യസ്തരാണ്. വി ഡോണ്ട് കെയർ ഫോർ എനിത്തിങ് എൽസ്, ഞങ്ങൾക്ക് മറ്റൊന്നും നോക്കാനില്ല. ഇസ്ലാം മാത്രം. അതിനെ എതിർത്താലോ എതിർക്കുന്നവന്റെ സർ തൻസെ ജുദ. ദിസ് ഈസ് ദ സിമ്പിൾ തിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ
കേരളീയ സമൂഹത്തിൽ 30% ജനസംഖ്യ കടന്നപ്പോൾ ഇസ്ലാമിന്റെ തനിനിറം മെല്ലെ പുറത്തു വരുന്നു. അപ്പൊ ഇപ്പുറത്ത് ഇസ്ലാമിസ്റ്റ് അവരുടെ അപ്പോളജിസ്റ്റുകളും ഉണ്ട് കേട്ടോ. ഇസ്ലാമിന്റെ ഭാഗം, ഇസ്ലാമല്ല പക്ഷെ ഇസ്ലാമിന്റെ ഭാഗം അവര് ഭംഗ്യന്തരേണ സമർത്ഥിച്ചെടുക്കാൻ നോക്കും. അവരാണ് ഈ നിഷ്കളങ്കരായിട്ട് ഭാവിക്കുന്ന, അല്ല ഒരു തട്ടമിട്ടു എന്ന് വിചാരിച്ച് എന്താണെന്നേ എന്ന് ചോദിക്കുന്ന ആളുകൾ. അവർ നിഷ്കളങ്കരൊന്നുമല്ല, അവര് ഇസ്ലാമിന്റെ പോരാളികളാണ്. അവര് നമ്മുടെ കൂട്ടത്തിലെ ഒരാളായിട്ട് നിന്നോണ്ട്, അല്ല മോഹൻദാസേ ഇത് കാര്യം ഇതൊക്കെ ശരി, പക്ഷെ ഒരു തട്ടം എന്താ ഇത്ര വലിയ കാര്യം, എന്താ അത് ഇട്ടോട്ടെ എന്ന് വെച്ചാൽ പോരെ. ഇത് സെന്റ് റീത്താസ് മാനേജ്മെന്റ് നോക്കി കഴിഞ്ഞപ്പോ ഇതൊരു തുടക്കമാണ്. അത് എല്ലാം മോഹൻദാസെ അതന്നെയല്ലേ നമ്മളും ചോദിക്കുന്ന മോഹൻദാസെ, ഇച്ചിരി ബീഫ് കഴിച്ചാൽ എന്താ മോഹൻദാസെ പ്രശ്നം? അത് ഹിന്ദുവിന്റെ ദൈവം അല്ലേ, അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ഗോമാതാവാണ്. അതേപോലെ തന്നെ തട്ടം ഇവിടെ പ്രശ്നമാണെന്ന്, തട്ടടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ തട്ടട്ടോട്ടെ, ഹിജാബിന്റെ പേരിലോ തട്ടത്തിന്റെ പേരിലോ കാശിന്റെ പേരിലോ അവരങ്ങ് ഇട്ടോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ മോഹൻദാസെ. അതുപോലെ നമ്മൾ എന്തിനാണ് ഈ അമ്പലങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഈ പള്ളികളൊക്കെ പൊളിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ മോഹൻദാസെ? അത് അവിടെ നിന്നോട്ടെ, ഇത്രയും കാലം അങ്ങനെ നിന്ന പള്ളിയില്ല, അതവിടെ നിന്നോട്ടെ. എന്താ മോഹൻദാസെ ആ ചിന്ത വരാത്ത മോഹൻദാസെ? അത് അങ്ങനെ അല്ല, ഞങ്ങൾ പൊളിക്കണം, ഞങ്ങൾക്ക് ഇങ്ങനെ അങ്ങോട്ട് കയറും ശ്രീരാമൻ. അപ്പം തട്ടം വെപ്പണൈസ്ഡ് ആയ പോലെ തന്നെ ജയശ്രീരാം വെപ്പണൈസ്ഡ് ആക്കും. അത് മോഹൻദാസിന് അറിയില്ലാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ പ്രശ്നമുണ്ട്. ഈ തട്ടം എങ്ങനെയാണോ ഇപ്പൊ വെപ്പണൈസ്ഡ് ആണ് മോഹൻദാസ് പറയുന്നത്, അതേപോലെ തന്നെയാണ് ജയശ്രീരാം വെപ്പണൈസ്ഡ് ആയി. ജയശ്രീരാം പണ്ടും ഉണ്ടായിരുന്നു. അന്നൊന്നും ജയശ്രീരാം വിളിച്ചിട്ട് ആരെയും തല്ലാനും കൊല്ലാനും പോവാറില്ല. ഒരു മുസ്ലിം ഒരാള് ഒരു സ്ഥലത്ത് ഒരു കോമൺ ഏരിയയിൽ നിസ്കരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവിടെ ചാണകം തേച്ച് ജയശ്രീരാമനെ വിളിച്ച ചരിത്രമൊന്നും പണ്ടില്ല. അതൊക്കെ എപ്പോഴാണ് മോഹൻദാസെ ഉണ്ടായത്? എന്താ ഇപ്പൊ ഇതിന് പ്രശ്നം മോഹൻദാസെ? അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണോ മോഹൻദാസെ? ആണോ? അതിന്റെ വല്ല ആവശ്യമുണ്ടോ മോഹൻദാസെ? നമ്മൾ ഈ പള്ളി പൊളിക്കുന്നതിന്റെ വല്ല ആവശ്യമുണ്ടോ മോഹൻദാസെ? വേണ്ടോ? പറ. ബീഫ് കഴിക്കുന്നവർ കഴിച്ചോട്ടെ മോഹൻദാസെ, അത് ഇസ്ലാമിൽ കഴിക്കാൻ ഓക്കെയാണ്. ഇപ്പം പശുമ്പനെ കഴിക്കാൻ, നിങ്ങളുടെ ഗോമാതാവിനെ കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, കഴിക്കുന്നവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ മോഹൻദാസെ? എന്തിനാണ് മോഹൻദാസെ നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇങ്ങനെ ഇടപെടുന്ന മോഹൻദാസെ? എന്താണ് മോഹൻദാസ് ഈ ചിന്ത തിരിച്ചു വരാത്തത്? ഇപ്പൊ മോഹൻദാസ് ചോദിച്ചില്ലേ ഈ പറഞ്ഞപ്പോൾ ഇതേ ചോദ്യം, തിരിച്ചെന്താ ചിന്തിക്കാത്തത് എന്നാണ് ഞങ്ങളും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞ നിങ്ങൾ ഈ ഭീകരന്മാരുണ്ടല്ലോ, ഇവർ ചോദിക്കണം അത്രേ ഉള്ളൂ. തട്ടോ ഒക്കെ ഇട്ടോട്ടെ, അതിനൊരു കുഴപ്പമില്ല. അപ്പം നമ്മൾ ചില സമയത്ത് ചില ഭാഗങ്ങളിൽ ചില സംഭവങ്ങൾ ഇതുപോലെ ഊതി വീർപ്പിച്ച് ജയശ്രീരാമന്റെ പേരും വിളിച്ച് അടിക്കാനും കൊല്ലാനും കുത്താനും ഒക്കെ നമ്മൾ സൈഡിൽ കൂടെ നടക്കുമ്പം, നമ്മൾ ബീഫിന്റെ പേരിൽ ആളടിച്ച് പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന നടക്കുന്ന സമയത്ത്, നമ്മൾ പള്ളി പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പുറത്ത് തട്ടം ഇടണം ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. കൊല്ലണം തല്ലണം എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ലല്ലോ. ഒരു തട്ടം തലയിൽ കൂടെ ഇടണം. ബീഫ് കഴിക്കണം എന്നൊന്നുമല്ല, തട്ടം. അതങ്ങനെ ആ രീതിയിൽ എന്തുകൊണ്ടാണ് മോഹൻദാസ് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പരിവാണങ്ങൾക്ക് ഇല്ലാണ്ടായി പോയത് എന്താ മോഹൻദാസ്? ഞാൻ തിരിച്ചു ചോദിക്കാം മോഹൻദാസിനോട്. ഇത്രയും മോഹൻദാസ് ചോദിച്ച സ്ഥിതിക്ക് അതിന് വല്ല മറുപടി മോഹൻദാസിന് തരാണ്ടാവും? ഉണ്ടാവില്ലോ, ഒന്നും ഉണ്ടാവില്ല. മോഹൻദാസ് അടിച്ചിരിക്കും അവിടെ വിറച്ചോണ്ട്. പ്രശ്നം ഇപ്പോഴൊന്നും തീരുകയില്ല. പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. ബിക്കോസ് ഹിജാബ് ഈസ് എ വെപ്പൺ. നിങ്ങൾക്ക് വസ്ത്രം വെപ്പണൈസ് ചെയ്യാം, മറ്റുള്ള ഒരാളിനെ വസ്ത്രം കൊണ്ട് ഭയപ്പെടുത്താം. ഇപ്പൊ ഞാൻ എൻ്റെ വീഡിയോകൾ തുടർച്ചയായിട്ട് കാണുന്നവരുണ്ട്. അപ്പൊ ഹിജാബിനെ വെപ്പണൈസ് ചെയ്തു എന്നാണ് നമ്മുടെ മോഹൻദാസ് പറയുന്നത്. അല്ല മോഹൻദാസ, ഈ ഹിജാബിനെ നമ്മൾ വെപ്പണൈസ് ചെയ്തില്ലെങ്കിൽ, നമ്മളിപ്പം സംഘികളെ പറ്റി പറയുകയാണെങ്കിൽ സംഘികൾ വെപ്പണൈസ് ചെയ്ത സാധനം താൻ അറിയോ? എനിക്ക് നല്ലപോലെ അറിയാം. ജയശ്രീരാമനെ, അത് രാമനാണ് സംഘികളുടെ വെപ്പൺ. ഹിജാബിനെ വെപ്പണൈസ് ചെയ്ത പോലെ സംഘികൾ അടിക്കാൻ യൂസ് ചെയ്യുന്ന സാധനം എന്താ പറയുക? ജയശ്രീരാം. ബോലോ ജയശ്രീരാം. പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പ അടിയാ. പറ ജയശ്രീരാം. അങ്ങനെ ജയശ്രീരാം പറഞ്ഞിട്ടില്ല, അടിയോടടിയാണ് അങ്ങോട്ട്. അത് നമ്മൾ കേരളത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് മോഹൻദാസിന് അത് അറിയാത്തത്. മോഹൻദാസ് നല്ല സ്റ്റൈലായിട്ടൊന്ന് യു പിയിലൊക്കെ ചെന്ന് നോക്കും മോഹൻദാസെ. ജയശ്രീരാം വിളിച്ചിട്ടില്ലെങ്കിൽ അടി, ബീഫ് തിന്ന് ജയശ്രീരാം വിളിച്ചാൽ അടി, അതല്ലെങ്കിൽ അമ്പലത്തിന്റെ സൈഡിൽ കൂടെ അങ്ങനെ മുസ്ലിം പോയ ഒരു ജയശ്രീരാം വെറുതെങ്കിലും വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ അടി, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ജയശ്രീരാം വിളി. ഒരു സ്ഥലത്തെ മറ്റേ ചാണകം തേച്ചല്ലേ, ചാണകം വാരി തിന്നുമ്പം പശുവിന്റെ മൂത്രം മുച്ചി കുടിക്കുമ്പോഴും അവന്റെ അപ്പുറത്തെ വിളി ജയശ്രീരാം ആയിരിക്കും. ഇവിടെ ഹിജാബിനേക്കാൾ വലിയ വെപ്പണൈസ്ഡ് ആയി മാറിയത് ജയശ്രീരാം എന്നുള്ള പേരാ, അല്ലെങ്കിൽ ആ ഒരു വിളിയാണ്. അത് മനസ്സിലാക്കാൻ അത് നമ്മൾ മനസ്സിലാക്കരുത്. നമ്മളെപ്പോഴും ഹിന്ദുവിനെ ഉണർത്തിക്കൊണ്ടിരിക്കണം ജയശ്രീരാം വിളിച്ചിട്ട്, അല്ലേ? ഇപ്പുറത്ത് നമ്മൾ പലതും പറഞ്ഞാലും നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും വലിയ വെപ്പണായിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഹിജാബ് അല്ല മോഹൻദാസ, ജയശ്രീരാമാണ്. ഹിജാബ് ഇട്ടില്ല എന്നും പറഞ്ഞിട്ട് എത്ര പേര് കൊന്നു, എത്ര പേര് മരിച്ചു നമ്മുടെ നാട്ടിൽ? ഒന്നുമില്ലല്ലോ. ഇങ്ങനത്തെ 1-2 ചെറിയ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അങ്ങ് മാംഗ്ലൂരും ഇപ്പൊ ഈ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൊച്ചിയിൽ നടന്നത് മാത്രമല്ലേ ഉള്ളൂ. അതേ സ്ഥാനത്തെ ജയശ്രീരാം വിളിക്കാത്തതിന്റെ പേരിൽ കൊന്ന ആൾക്കാരുടെ കണക്കെടുത്ത് കഴിഞ്ഞല്ലോ, നിന്റെയൊക്കെ കണ്ണ് തള്ളും. മോഹൻദാസിന്റെ കണ്ണ് തള്ളും.
ബീഫ് കഴിച്ചിട്ട് കൊന്ന ആളുകൾ, പശുമാതാവിനെ കൊന്നു എന്നും പറഞ്ഞിട്ട് കൊന്ന ആൾക്കാരുടെ കണക്കെടുത്താലേ, മുസ്ലിങ്ങളെ കൂട്ടത്തിലെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നിന്റെ കുണ്ടി വരെ തള്ളിപ്പോവും ആ എണ്ണം കണ്ടു കഴിഞ്ഞാൽ. നാട്ടിലെ ഈ പറഞ്ഞ അമ്പലങ്ങളുടെ അടുത്ത് വന്നിട്ട് പള്ളികൾ പൊളിക്കുക, അതല്ലെങ്കിൽ കണ്ടതുപോലെ ബുൾഡോസർ വെച്ചിട്ട് അതും ഇതും പൊളിച്ച് തീർത്ത് അല്ല അടക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എടുത്ത് കഴിഞ്ഞല്ലോ നിന്റെ സകലതും തള്ളും. അപ്പം ഇവിടെ വെപ്പണൈസ്ഡ് ആയത് എന്താണെന്നുള്ളത് പച്ചക്ക് പറയാൻ കഴിയണം. അതല്ലാണ്ട് വെറുതെ ഹിജാബ് എന്നും വിളിച്ചിട്ട് ഈ അറബി പേര് കയറ്റിട്ട് ഈ പാവപ്പെട്ട ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കരുത്. അത്തിമുത്തിയായില്ലേ, വല്ല കാശിയിലോ രാമേശ്വരോ പോയിട്ട് ജയശ്രീരാം എന്നുള്ള വിളിക്ക് വരെ രാമരാമ വിളിച്ചിട്ട് ഉള്ള കാലം അവസാനത്തേക്ക് ആരെങ്കിലും അണ്ണാക്കിലടിച്ചൊരു വെള്ളം തള്ളിത്തരണ്ടാവണേ എന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും പോയി ചത്തൊടുങ്ങിയാൽ പോരെ, അതല്ലേ നല്ലത്. ഇപ്പോഴും ആളുകളെ തമ്മിൽ തെറ്റിക്കണോ? യഥാർത്ഥ വെപ്പണൈസ്ഡ് ആയത് എന്താണ്? നമ്മുടെ 2014 ശേഷം യഥാർത്ഥത്തിൽ വെപ്പണൈസ്ഡ് ആയത് എന്താണ്? ആ പേരിൽ ആളുകളെ കൊന്നൊടുക്കിയത് ആരാണ്? അല്ലെങ്കിൽ ഏത് മതത്തിലെ ആളുകളാണ് ഏറ്റവും കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കണക്കൊക്കെ ഒന്ന് എടുത്ത് ഇടക്കൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അവസാന കാലത്തെങ്കിലും ഇച്ചിരി വെളിച്ചം കിട്ടി, വെള്ളം കിട്ടി, ചാവാനെങ്കിലും വേണ്ടിയിട്ട്. കേട്ടോ മോന്തസാ?